കണ്ണൂർ ജില്ലയിൽ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന പിടിക്കറി പായസമാണ് ഇന്നത്തെ റെസിപ്പി. എൻ്റെ പുയ്യാപ്പിളിൻ്റെ വീട്ടിൽ ഉമ്മ നമ്മളെ പെരുന്നാൾ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഉണ്ടാക്കി തരാറുള്ള ഒരു ഡിഷാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പായസം. അപ്പം ഉമ്മനോടൊന്ന് ഉണ്ടാക്കി തരുവച്ചപ്പോൾ ഉണ്ടാക്കി തന്നായിരുന്നു. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പുഴുങ്ങലരി അരച്ചതിന് ശേഷം ആ ഒരു മാവ് വെച്ചിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടാക്കേണ്ടത്. നമ്മൾ മാലൻ്റെ മുത്തുമണി പോലെയാണ് കേട്ടോ, ഇത് റൗണ്ടിൽ ഷേപ്പിൽ പരത്തിയിട്ടാണ് ഇത് വയലിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതായത് കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ ഉരുട്ടി ചെറിയ രീതിയിൽ ഉരുട്ടി. പിന്നെ ആദ്യം തന്നെ കുറച്ച് ഈ ഒരു മാവിൻ്റെ ഒരു വെള്ളവും പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, അതായത് തേങ്ങൻ്റെ രണ്ടാം പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് കുറുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു അരിയുടെ മാവ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും അതേപോലെ തന്നെ പഴം, നേന്ത്രപ്പഴമില്ലേ, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പൊന്ന് വേവിച്ചതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടാമതായിട്ട് രണ്ടാം പാൽ ഒഴിക്കുക. നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്തോ.